സുപ്രഭാതത്തിൻ്റെ ഒരു ത്രൈമാസ ക്യാമ്പയിൻ ഉദ്ഘാടനം തഹിയയുടെ ആ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നടന്നു. ട്രെയിൻ കിട്ടാത്തത് കൊണ്ട് അന്ന് നമുക്ക് ആ കോൺട്രിബ്യൂഷൻ നൽകാൻ വേണ്ടി തൻ്റെ പങ്ക് വഹിച്ച് ട്രെയിൻ കിട്ടാത്തത് കൊണ്ട് സ്വന്തമായിട്ട് മംഗലാപുരത്ത് നിന്ന് കാർ ഓടിച്ച് കോഴിക്കോട്ടെ സുപ്രഭാത ഓഫീസിലെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട റഫീഖ് ഫൈസി ഒന്ന് മുന്നിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതൊരു ഭയങ്കരമായ ഒരു സമർപ്പണമാണ്. നമ്മുടെ സുപ്രഭാതത്തിൽ ഡയറക്റ്റ് ബോർഡ് മെനിഞ്ഞാന്നൊരു തീരുമാനം എടുത്തത് 3 മാസത്തെ ഒരു ക്യാമ്പയിൻ ആചരിക്കാൻ വേണ്ടി. പത്രത്തിന് ഇഷ്ടംപോലെ കോപ്പിയുണ്ട്, ഇഷ്ടംപോലെയുണ്ട്. പക്ഷേ സമ്മേളനത്തിന്റെ ഭാഗമായി സമസ്ത ചെയ്യുന്ന ഏറ്റവും വലിയൊരു സുപ്രഭാതം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനമാണ് അതിന്റെ ക്യാമ്പയിൻ പ്രവർത്തനം. അപ്പോൾ 3 മാസത്തേക്ക് ആളുകളെ ചേർക്കുന്ന ഒരു പദ്ധതി. അപ്പോൾ ഉച്ചക്കാ തീരുമാനിച്ചു. 2 ദിവസം മുമ്പാണ് ബോർഡ് തീരുമാനിച്ചെങ്കിൽ ഉച്ചക്കാണ് അതിന്റെ ഉദ്ഘാടനം നിശ്ചയിക്കപ്പെടുന്നത്. സയ്യിദുൽ ഉലമ അവിടെ നമ്മുടെ തഹിയയുടെ ഫണ്ട് ഉദ്ഘാടനത്തിന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ചാക്കാന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു, ആരെയാണ് അതിന്റെ ഉദ്ഘാടനത്തിന് കിട്ടുക എന്ന് ആലോചിച്ചു. അപ്പോൾ അമിത് വൈസി പറഞ്ഞു, ഒരാളുണ്ട് നമ്മുടെ ഒരു അടുത്ത സുഹൃത്ത്, അപ്പോൾ അദ്ദേഹത്തെ വിളിക്കാം. അപ്പോൾ അദ്ദേഹം എവിടെയാണ്? മംഗലാപുരത്ത് നിന്ന് എങ്ങനെ ഓടി? കാരണം ഇത് 3 മണിക്കാണ് ഈ സംഭവം, 2-2:30 മണിക്കാണ് ഈ സംഭവം. ഓടി എങ്ങനെ കോഴിക്കോട് എത്തും? അപ്പോൾ സയ്യിദുൽ ഉലമയുടെ 8:30 വരെ സയ്യിദുൽ ഉലമ അവിടെ ഉണ്ടാവും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എങ്ങനെ ഓടിയാലും എത്തില്ല. ഏതോ ആവട്ടെ അദ്ദേഹം എത്തി. അതിൻ്റെ ഉദ്ഘാടന കർമ്മം അദ്ദേഹത്തിൻ്റെ കൈകളെ കൊണ്ട് നിർവഹിച്ചു. അൽഹംദുലില്ലാ, നമ്മുടെ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഇതുപോലെയുള്ള പ്രവർത്തകരാണ് നമ്മുടെ കരുത്ത്. ഈ സമസ്തയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയും. അത് തെളിയിച്ച ഒരാൾ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ അന്ന് ഒരു 2-3 മണിക്ക് ഒരു കോള് വരികയാണ്, ട്രെയിനില്ല, കാറെടുത്ത് ഓടി വരികയാണ്. അപ്പോൾ എത്ര ക്യാമറയൊക്കെ അടഞ്ഞിട്ടുണ്ടാവും, ഹൈ സ്പീഡിലാണ് വന്നത്. അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? ഒന്നും അറിയില്ല. അമ്പലക്കട ഉസ്താദ് വിളി കേട്ടപ്പോൾ തന്നെ മനസ്സിലേക്ക് വല്ലാത്തൊരു സന്തോഷവും റാഹത്തും തോന്നി. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. 4 മണിക്കാണ് ഇടുന്നത്. അങ്ങനെ ഇറങ്ങി വരാനുള്ള ഓടി വരാനുള്ള കാരണം എന്താ? താങ്കൾ ഒന്ന് സമസ്ത മാത്രമേ ഉള്ളൂ, ഹൃദയത്തിൽ സമസ്ത ഉള്ളത് കൊണ്ട് അതാണ്. ഏതായാലും അപകടമൊന്നും ഇല്ലാതെ അദ്ദേഹം ആ ഓടിയെത്തി. നമുക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഇതാണ് സമസ്തയുടെ പ്രവർത്തകരുടെ ആത്മാർത്ഥതയും സമസ്തയുടെ പ്രവർത്തനവും. കാരണം മംഗലാപുരത്ത് നിന്ന് 2 മണിക്ക് ഒരു കോള് വരുന്നു. 3 മണിക്ക് ഒന്നും നോക്കിയില്ല, മറ്റ് ചിന്തകളൊന്നുമില്ല, ഇറങ്ങി പുറപ്പെടുകയാണ്. സയ്യിദുൽ ഉലമയെ കാണുന്നു, ഏൽപ്പിക്കുന്നു, അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു, തിരികെ പോകുന്നു. ഇതാണ് സമസ്തയുടെ അച്ചടക്കം എന്ന് പറയുന്നത്, ഇതാണ് അഭിമാനം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തകരുള്ളപ്പോൾ ഈ ഒരു സമ്മേളനം അത് വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.